തിരഞ്ഞെടുപ്പ് സമയത്ത് UDF നൽകിയ സുപ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി. ആ പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണ്. എന്ത് തോന്നുന്നു? നല്ലതാണ്, കിട്ടിയാൽ കൊള്ളാം. ഞാനൊക്കെ ഡെയിലി പോയി വരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കിട്ടിയാൽ കൊള്ളായിരുന്നു. സാധനങ്ങൾ വില കുറച്ച് കിട്ടിയാലേ പറ്റുള്ളൂ, നമ്മളിപ്പോൾ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല, ടിക്കറ്റ് പഴയ വിലയ്ക്ക് പോട്ടെന്ന് പറയുന്നത് സന്തോഷമാണ്. ഞങ്ങൾ സ്ത്രീകളല്ലേ, അന്നേരം എവിടെയും നമുക്ക് പോകാമല്ലോ ഫ്രീ ആയിട്ട്. പഠിക്കാൻ പോകുന്ന പഠിക്കാൻ പോകുന്നു. അതെങ്ങനെയാണ്? എന്നും പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ ആശ്വാസമായിരുന്നു. നല്ലതാണ്. ആവുമായിരിക്കും വിശ്വാസം. അതാ, അങ്ങനെ ആയാൽ കൊള്ളായിരുന്നു. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇത് നല്ലതായിട്ടാണ് ഞാൻ നോക്കി കാണുന്നത്. ഞങ്ങൾക്ക് സന്തോഷമാണ്. അത് വാർത്തയിൽ ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ. സ്ക്രീൻഷോട്ടും എടുത്ത് വെച്ച് എന്നെ കാണിച്ചിട്ട് കയറാൻ വേണ്ടി 15 തീയതി മുതൽ പൈസ ലാഭമില്ലേ നമുക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ബസ്സിന് തന്നെ കുറേ പൈസ ആവുന്നുണ്ട്. ഒരു ലാഭമുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. കിട്ടിയാൽ ഭാഗ്യം, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം ഉണ്ട്, എല്ലാ സത്യപ്രതിജ്ഞയും എല്ലാ സംഭവങ്ങളും ഫോണിലുണ്ട്. എന്ന് വെച്ചാൽ വാക്ക് മാറ്റുമ്പോൾ കാണിക്കണ്ടേ നമുക്ക്. എന്ന് വെച്ചാൽ ഫോണിൽ പണ്ടത്തെ തലമുറയിൽ എല്ലാവർക്കും എല്ലാം അറിയില്ല. പക്ഷേ ഇപ്പോൾ തലമുറയിൽ എല്ലാവരും എല്ലാം ഉണർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നുമുണ്ട്. പണ്ടുള്ള അമ്മച്ചിമാരാണെങ്കിൽ അവർക്ക് അറിയില്ല. ഇപ്പോൾ 4.5 കോടി എത്ര രൂപ ഖജനാവിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവർ പറയണ പൂച്ച പറ്റി കിടക്കണ്, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ടിക്കറ്റ് എടുക്കാതിരിക്കണ്ട. നമുക്ക് ടിക്കറ്റ് എടുത്തോട്ടെ. അവർ നിത്യോപയോഗ സാധനങ്ങൾ വില കുറയ്ക്കട്ടെ. പെട്രോൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വില കുറയ്ക്കട്ടെ. ടിക്കറ്റ് നിസ്സാര പൈസയല്ലേ ഉള്ളൂ, അതവർ ടിക്കറ്റ് വാങ്ങട്ടെ എന്നാണ് പറയണത്. നല്ല കാര്യമല്ലേ, എല്ലായിടത്തും ഉണ്ടല്ലോ അത്. തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, എന്നാലും ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, എങ്കിലും ഉണ്ട്. ടിക്കറ്റിന് പൈസ എടുത്തോട്ട് സാധനങ്ങളെ വില കുറയ്ക്കണത്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് വെച്ചാൽ നിരപരാധി പാവങ്ങൾക്ക് വല്ലതും വാങ്ങിച്ച് കഴിക്കണം. ഒരൊറ്റ സാധനം വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ നിവർത്തിയില്ല. നിസ്സാരം ഒരു 10 രൂപയുടെ ചായ 15 രൂപയായി. എന്തൊരു വാങ്ങിച്ച് കഴിക്കും? 3 ദോശ 30 രൂപയായിരുന്നു, 36 രൂപയായി. എന്തൊരു വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് ഈ വയസ്സായ ആളുകൾ ജോലി ചെയ്യും. ജോലി ചെയ്താണ് ജീവിക്കുന്നത്. നല്ലൊരു തീരുമാനമാണ്. യാത്രാ ചിലവ് കുറച്ച് കുറഞ്ഞ് കിട്ടും. ആ ഒരു പൈസ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചിലവാക്കാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ പൈസ കൊടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം സമൂഹത്തിന് നല്ലത് ഒരു ഉയർച്ച വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങൾ വരും. എല്ലാവർക്കും കയറി അങ്ങ് പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പിന്നെ KSRTC അങ്ങ് നിർത്താതെ പോകേണ്ടി വരും. ലേഡീസ് കൈ കാണിച്ച് നിർത്താതെ പോകേണ്ടി വരും. കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് KSRTC ബസ്സിലാണ്. സ്വകാര്യ വാഹനങ്ങളുള്ളവർ കുറവാണ്, ഇല്ലെന്നല്ല. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ വലിയ ആശ്വാസമാണ്. പക്ഷേ അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഇപ്പം ഒരു ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് കൃത്യമായ വരുമാനമുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ എല്ലാവർക്കും അത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കഴിയില്ല.